നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. പശ്ചിമഘട്ട മലനിരകളുടെ ഒരു താഴ്വാരത്തിലേക്കാണ് ഇന്ന് യാത്ര. നാരകവും കൊങ്ങിണിയും കൃഷ്ണകിരീടവും കറിവേപ്പിലയും ഒക്കെ വളർത്തിയാൽ അവിടെ പൂമ്പാറ്റകൾ പാടി നടക്കും. തേനൂറുന്ന തേൻകൂടുകൾക്ക് എല്ലാ തണലുമൊരുക്കി മരങ്ങളും പൂക്കളുമുണ്ട്. വർണ്ണ മത്സ്യങ്ങൾക്കും വളർത്തു മത്സ്യങ്ങൾക്കും നീന്തി തുടിക്കുവാനായി വലിയ തടാകങ്ങൾ. സഞ്ചാരികളെ ആകർഷിക്കുവാൻ ഇതിനപ്പുറം മറ്റെന്ത് വേണം? അങ്ങനെ ഫാം ടൂറിസത്തിൻ്റെ വിനോദസഞ്ചാര കാഴ്ചകൾ ഒരുക്കി കൊല്ലത്ത് കുരിയോട്ടുമലയിൽ ഹൈടെക് ഡയറി ഫാമുണ്ട്. കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടത്തുന്ന കൊല്ലത്തെ കുരിയോട്ടുമലയിലെ ഹൈടെക് ഡയറി ഫാമിലെ വിനോദസഞ്ചാര കാഴ്ചകളാണ് ഇത്തവണ ഹരിതം സുന്ദരത്തിൽ. നദിയുടെ സൗന്ദര്യം അത്രയും കല്ലടയാറിനുണ്ട്. ചരിത്രപ്രസിദ്ധമാണ് കല്ലടയാർ. പാറക്കെട്ടുകളിൽ തട്ടിച്ചിതറി കനകച്ചിലങ്ക കിലുക്കി കിലുക്കി അങ്ങനെ അങ്ങ് ഒഴുകും. കൊല്ലത്തെ ഏറ്റവും വലിയ നദി കുളത്തൂപ്പുഴയിൽ നിന്ന് ആരംഭിക്കും. 120 കിലോമീറ്ററോളം നീളത്തിൽ ഒഴുകി അവൾ നൽകുന്ന ജീവിതങ്ങൾ ചില്ലറയൊന്നുമല്ല. കല്ലടയാറിനോളം പ്രസിദ്ധമായ ഒരു സ്ഥാപനം ആറിൻ്റെ തീരത്ത് തന്നെയുണ്ട്. കുരിയോട്ടുമല ഹൈടെക് ഡയറി ഫാം. സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ എരുമ വളർത്തൽ കേന്ദ്രമായിരുന്നു ഒരിക്കൽ കുരിയോട്ടുമല. 2017 കുരിയോട്ടുമലയിൽ ഹൈടെക് ഡയറി ഫാം ആരംഭിച്ചു. പൈക്കളും ആടുകളും കാടപ്പക്ഷികളും ഒക്കെ നിറഞ്ഞ് കൊല്ലത്തെ ഒരു പാൽ നഗരമാക്കി മാറ്റുവാൻ കുരിയോട്ടുമല ഫാം ശ്രമിക്കുന്നുണ്ട്. അഗ്രോ ടൂറിസം അഥവാ ഫാം ടൂറിസം എന്ന ലക്ഷ്യം കേന്ദ്രീകരിച്ച് ഫാം നീങ്ങാൻ തുടങ്ങിയിട്ട് 5 വർഷത്തോളമാകും. ഇതിനിടെ വിനോദസഞ്ചാരം ലക്ഷ്യം വെച്ച് നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫാമിൽ നടന്നു. എല്ലാം പ്രകൃതി സൗഹൃദം തന്നെ. കമാനം തന്നെ ഒന്ന് പുതുക്കി പരിഷ്കരിച്ചു. പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരമാണ് 106 ഏക്കർ വരുന്ന കുരിയോട്ടുമല ഹൈടെക് ഫാമിൻ്റെ ഭൂമിക. അവിടെ അങ്ങിങ്ങായി കാണത്തക്ക വിധത്തിൽ തന്നെ കാട്ടുപോത്തിൻ്റെയും മയിലിൻ്റെയും പൈക്കളുടെയുമൊക്കെ രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. മികച്ച ശില്പികളാണ് അതിന് ജീവൻ നൽകിയത്. കാടിൻ്റെ നടുവിൽ കാട്ടുപോത്ത് നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നാം. കൈപ്പത്തിയിൽ തന്നെ പൈക്കളെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു ഫാമിൻ്റെ ഉദാത്ത മാതൃക മറ്റൊരിടത്ത് കണ്ടു. സഞ്ചാരികളെ ആകർഷിക്കണമെങ്കിൽ അതിൽ പ്രധാനം രുചിയും പൈതൃകവുമാണ്. നമ്മുടെ നാട്ടുരുചികൾ ആസ്വദിക്കാനാണ് വിദേശികൾ പലരും എത്തുന്നത്. അവരെ നിരുത്സാഹപ്പെടുത്തിക്കൂടാ. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മത്സ്യങ്ങൾ കൃഷി ചെയ്യുവാൻ ഫാം പുതിയ നടപടികൾ തുടങ്ങി. കുറഞ്ഞയിടത്തു നിന്നും കൂടുതൽ മത്സ്യോൽപാദനം വേണം. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും യോജിച്ച പുതിയ സാങ്കേതിക വിദ്യ വന്നു. ബയോഫ്ലോക്ക് മത്സ്യകൃഷിയാണ് അതിന് മാതൃകയായത്. സംസ്ഥാന ഫിഷറീസ് വകുപ്പിൻ്റെ സഹായങ്ങൾ കൂടി ചേർന്നതോടെ ബയോഫ്ലോക്ക് വിജയം കണ്ടു. മത്സ്യകൃഷിയിലെ പുതുപരീക്ഷണമാണ് ബയോഫ്ലോക്ക്. അക്വാപോണിക്സും റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റവുമൊക്കെ കടന്ന് ഒരു പടി കൂടി മുന്നിൽ നിൽക്കും ബയോഫ്ലോക്ക്. ചെലവ് കുറഞ്ഞ മത്സ്യകൃഷിയായാണ് ബയോഫ്ലോക്കിനെ അറിയപ്പെടുക. ഇടം കുറഞ്ഞിടത്ത് കൂടുതൽ സാന്ദ്രതയിൽ മത്സ്യങ്ങളെ കൃഷി ചെയ്യാം. മത്സ്യങ്ങളുടെ മാലിന്യങ്ങൾ തന്നെ ഉയർന്ന നിലവാരത്തിലുള്ള തീറ്റയാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യയാണ് ബയോഫ്ലോക്കിൽ പ്രയോഗിക്കുക. ഇതിനായി ഹെറ്ററോട്രോഫിക് ബാക്ടീരിയയുടെ എണ്ണം വർദ്ധിപ്പിക്കും. 6 മീറ്റർ വ്യാസത്തിലും 1.5 മീറ്റർ ആഴത്തിലുമാണ് ബയോഫ്ലോക്കിൻ്റെ ടാങ്കുകൾ പണികഴിപ്പിച്ചത്. ഒരു ടാങ്കിൽ തന്നെ 35,000 ലിറ്റർ വെള്ളം കൊള്ളും. അങ്ങനെ 3ഓളം ടാങ്കുകൾ. കറിച്ചട്ടിയുടെ ആകൃതിയിലാണ് ഓരോ ടാങ്കും പണികഴിപ്പിച്ചിരിക്കുന്നത്. വയർ മെഷുകൾ അതിൻ്റെ അതിർത്തി തീർക്കും. വയർ മെഷുകളെ പൊതിഞ്ഞ് സ്പോഞ്ചുണ്ട്. അതിന് പുറത്ത് സിൽപ്പാളിൻ ഷീറ്റുകളും. അങ്ങനെ അതിർത്തി ഭദ്രമാക്കും. അടിഭാഗത്ത് പ്ലാസ്റ്റിക് ഷീറ്റുകൾ വെള്ളത്തെ ഭദ്രമാക്കി നിർത്തും. ഏതു ഭാഗത്തെ ചരിവ് നോക്കിയാലും അത് 40 ഡിഗ്രി വരത്തക്ക രീതിയിലാണ്
ബയോഫ്ലോക്ക് ടാങ്കുകളുടെ ക്രമീകരണം. ആഴത്തിൽ മധ്യഭാഗത്തായി മത്സ്യങ്ങളുടെ വിസർജ്യം പുറത്തേക്ക് എത്തിക്കുവാനായി പ്രത്യേക പൈപ്പുകളുണ്ട്. ആഴമധ്യത്തിൽ നിന്ന് പുറത്തേക്കാണ് ആ പൈപ്പുകൾ നീളുക. വെള്ളത്തിന്റെ സൂക്ഷ്മ സാങ്കേതികതകൾ ഇടയ്ക്കിടെ പരിശോധിക്കണം. അമ്ലക്ഷാരനില, അമോണിയയുടെ അളവ്, വെള്ളത്തിൽ ലീനമായ പ്രാണവായുവിന്റെ അളവ്, ഇതൊക്കെ ആഴ്ചതോറും പരിശോധിക്കുന്നുണ്ട്. ഫിഷറീസ് വകുപ്പിലെ അക്വാകൾച്ചർ പ്രൊമോട്ടർമാരാണ് അതിനൊക്കെ താങ്ങും തണലുമായി നിൽക്കുന്നത്. സ്റ്റാർട്ടർ കൾച്ചറാണ് ബയോഫ്ലോക്കിന്റെ ചൈതന്യം. വെള്ളത്തിലെ ബാക്ടീരിയ അഥവാ ഹെറ്ററോട്രോപിക് ബാക്ടീരിയകളുടെ അളവ് വർദ്ധിപ്പിക്കുന്നത് സ്റ്റാർട്ടർ കൾച്ചറാണ്. ഈസ്റ്റും നാടൻ ശർക്കരയുടെ പാവും ഗോതമ്പ് മാവും ഒക്കെ ചേർത്താണ് സ്റ്റാർട്ടർ കൾച്ചർ നിർമ്മിക്കുക. ഒരാഴ്ച പുളിപ്പിച്ച് അവയെ വെള്ളത്തിലേക്ക് വീഴ്ത്താൻ അക്വാകൾച്ചർ പ്രൊമോട്ടർമാർ തന്നെ നേതൃത്വം നൽകും. എപ്പോഴും വാദനം നടക്കുന്ന വെള്ളത്തിലേക്ക് കൃത്യമായി വീശിയെറിയുകയാണ് സ്റ്റാർട്ടർ കൾച്ചർ. ഒരാഴ്ച പിന്നിട്ടാൽ ജന്തുപ്ലവകങ്ങളും സസ്യപ്ലവകങ്ങളും വെള്ളത്തിൽ വരും. അപ്പോഴാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ ഇറക്കുക. ഇത്തവണ തിലാപ്പിയ നൈലോട്ടിക്കയാണ് ഉപയോഗിച്ചത്. ആഫ്രിക്കൻ മത്സ്യമാണ് ഒറിയോക്രോമസ് നൈലോട്ടിക്ക എന്ന തിലാപ്പിയ. കരിമീനെ വെല്ലുന്ന രുചിയുണ്ട് ബയോഫ്ലോക്കിൽ തിലാപ്പിയയ്ക്ക്. മുതുകിൽ കരിമീനെ പോലെ തന്നെ 17ഓളം മുള്ളുകൾ, മേനിമധ്യേ കുറുകെ പോകുന്ന 8ഓളം കുറുവരകൾ. കരിമീൻ കണ്ണാളെ എന്ന് തന്നെ തിലാപ്പിയയെ വിളിക്കാൻ തോന്നും. തത്തമ്മ ചുണ്ടും ആലാസവാലുകളും വശച്ചിറകുകളും ഒക്കെയുണ്ട് തിലാപ്പിയയ്ക്ക്. വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകുന്ന മത്സ്യമാണ് തിലോപ്പിയ. ഒരു തവണ 500ഓളം മുട്ടകളാണ് തിലാപ്പിയ നിക്ഷേപിക്കുക. പെൺമത്സ്യം മുട്ടകളെ വായിൽ കൊണ്ടു നടന്ന് വിരിയിക്കും. അപൂർവമായി തീറ്റ തിന്നാൻ മാത്രമാണ് പെൺമത്സ്യം വായിൽ നിന്ന് മുട്ടകളെ പുറത്തേക്കിടുക. അപ്പോൾ തന്നെ ആൺമത്സ്യം വെള്ളത്തിൽ കുഴികുഴിച്ച് മുട്ടകളെ നിക്ഷേപിക്കും. ആൺമത്സ്യം തന്നെ മുട്ടകൾക്കായി കാവൽ നിൽക്കും. വിരിഞ്ഞെത്തിയ മത്സ്യങ്ങളെ കൂടെ കൊണ്ടു നടക്കുന്ന മാതൃവാത്സല്യമുണ്ട് തിലാപ്പിയയ്ക്ക്. എന്തായാലും തിലാപ്പിയ കൃഷി ബയോഫ്ലോക്കിൽ ഒരു വിജയമാണ് എന്ന് ഫാം തെളിയിച്ചു കഴിഞ്ഞു. 4 മാസം എത്തിയതോടെ 400 ഗ്രാം തൂക്കമെത്തുന്നുണ്ട് തിലാപ്പിയ നൈലോട്ടിക്കയ്ക്ക്. എപ്പോൾ വേണമെങ്കിലും ഒരു കൊയ്ത്തിന് ബയോഫ്ലോക്ക് തയ്യാറാണ്. മുതിർന്നതും വലുതായതുമായ മത്സ്യങ്ങളെ പിടിച്ച് അപ്പോൾ തന്നെ വിൽക്കാം. 500 ഗ്രാം ഭാരമെത്തിയാൽ പിന്നീട് തിലാപ്പിയ മത്സ്യങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറാകും. ബയോഫ്ലോക്ക് കുളങ്ങൾക്ക് സംരക്ഷണമായി നിൽക്കുന്നത് UV സ്റ്റെബിലൈസ്ഡ് മേൽക്കൂരകളാണ്. അതൊക്കെയും ഉയർത്തിക്കൊണ്ടുവന്നത് GI പൈപ്പുകളിലും. അമിതമായ സൂര്യപ്രകാശം വെള്ളത്തിലേക്ക് വീണാൽ പ്ലവകങ്ങളുടെ അമിത വളർച്ചയ്ക്ക് അത് കാരണമാകും. അതുകൊണ്ട് തന്നെയാണ് UV സ്റ്റെബിലൈസ്ഡ് ഷീറ്റുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹൈടെക് ഡയറി ഫാമിലെ ബയോഫ്ലോക്കിന്റെ സാങ്കേതിക ഉപദേശങ്ങൾ നൽകുന്ന അക്വാകൾച്ചർ പ്രൊമോട്ടർമാരായ നിഷയും എബിനും നമ്മോടൊപ്പം ഉണ്ട്. അവരുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം എബിൻ, നിഷ. ഈ ബയോഫ്ലോക്കിൽ സാധാരണ രീതിയിൽ തടാകത്തിൽ അല്ലെങ്കിൽ കുളത്തിലേക്ക് മീൻ കൃഷി അപേക്ഷിച്ച് ബയോഫ്ലോക്കിൽ കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ബയോഫ്ലോക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്ന് പറയുന്നത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഉൽപ്പാദനക്ഷമത ഉണ്ടാവും. പിന്നെ നമുക്ക് ഡെൻസിറ്റി കൂട്ടിയിടാൻ പറ്റും. രണ്ടെന്ന് പറഞ്ഞത് നമുക്ക് തീറ്റ ചെലവ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ മീനിൻ്റെ വളർച്ച ഒരുപാട് കൂടുതലായിട്ട് കിട്ടും നമുക്ക്. അതുപോലെ വർഷത്തിൽ 2 തവണ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ബയോഫ്ലോക്ക് മത്സ്യകൃഷിക്കുണ്ട്. ഇപ്പോൾ നിങ്ങളിവിടെ ഒറിയോക്രോമസ് നൈലോട്ടിക്ക എന്ന് പറയുന്ന തിലാപ്പിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ 6 മാസം കൊണ്ട് 500 ഗ്രാം വരെയൊക്കെ കുളത്തിൽ കിട്ടുന്നതാണ്. ഇവിടെ എത്ര വളർച്ചയുണ്ട്? നമുക്ക് 4 മാസം 5 മാസം ആകുമ്പോൾ തന്നെ നമുക്ക് 400 മുതൽ 600 വരെ വളർച്ചാ നിരക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് വർഷത്തിൽ 2 തവണ ഹാർവെസ്റ്റ് ചെയ്യാനും സാധിക്കുന്നത്. സാങ്കേതികമായി ആ വളർച്ച അംഗീകരിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും അംഗീകരിക്കും. എന്താ എബിന് ഈ തിലാപ്പിയ അല്ലാതെ മറ്റെന്തൊക്കെ മത്സ്യങ്ങൾ ഇപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ കഴിയും? നമുക്കിതിൽ വരാല് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ പങ്കേഷ്യസ് ചെയ്യുന്നവരുണ്ട്, വാള ചെയ്യുന്നവരുണ്ട്. തിലാപ്പിയാണ് ഓൾമോസ്റ്റ് എല്ലാവരും ചെയ്യുന്നത്. ഇപ്പോൾ ഈ സാധാരണ നമ്മളിപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രേക്ഷകർക്കും ഒരു അഭിപ്രായമുണ്ട്. അതായത് നമ്മൾ കുളത്തിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു രുചി ബയോഫ്ലോക്കിൽ ചെയ്താൽ കിട്ടില്ലാത്തത്. അതിലെത്രത്തോളം അടിസ്ഥാനമുണ്ട്? തീർച്ചയായിട്ടും കുളത്തിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ കിട്ടും സാർ. എന്ന് വെച്ചാൽ നമ്മളിത് ഫ്ലോക്ക് മത്സ്യകൃഷിയാണ്. തീറ്റയുടെ കൂടെ തന്നെ നമ്മളിതിന് ഫ്ലോക്കാണ് മത്സ്യം ഭക്ഷിക്കുന്നത്. അത് ജീവനുള്ള പ്രോട്ടീനാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുളത്തിലെ മീനേക്കാട്ടിലും കുറച്ചും കൂടി നമുക്ക് ബയോഫ്ലോക്കിൽ മത്സ്യത്തിന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ അതിസൂക്ഷ്മ സാങ്കേതികതകൾ ധാരാളം ആവശ്യമുള്ള ഒരു രംഗമുണ്ട് ബയോഫ്ലോക്ക് കൃഷി. അപ്പോൾ അത്തരം സൂക്ഷ്മ സാങ്കേതികതകൾ ഇവിടെ നിങ്ങൾ അനുവർത്തിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്ലോക്ക് രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ ബയോഫ്ലോക്ക് കൾച്ചർ നടത്തിക്കൊണ്ട് പോകുന്നത്. അതായത് നമ്മളിപ്പോൾ അജൈവ നൈട്രജന് കാർബൺ പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ ഒരു മൈക്രോബയൽ പ്രോട്ടീൻ ഉണ്ടാക്കി അതാണ് മത്സ്യം കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് FCR റേറ്റ് തന്നെ 1 to 1.2 വരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് ഈ മത്സ്യകൃഷി വളരെ ലാഭമാണ്, തീറ്റച്ചെലവ് കുറയുമ്പോൾ തന്നെ.
അത് ഈ മീനിൻ്റെ ടേസ്റ്റും ഉണ്ട്, അതുപോലെ മാർക്കറ്റിങ്ങിനും വളരെ നല്ല രീതിയിൽ ബയോഫ്ലോക്കിലെ മത്സ്യം വിറ്റ് പോകുന്നുണ്ട്. ഇപ്പോൾ വാതനം, അതായത് എയറേഷൻ ധാരാളം ആവശ്യമുള്ള ഒരു രംഗമാണ്. അതെ. അപ്പോൾ കറണ്ട്, അതായത് ഇലക്ട്രിസിറ്റി ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ലാഭകരമാണോ? തീർച്ചയായിട്ടും. ഇതിന് നമ്മളൊരു ആവറേജ് വില തന്നെ നമുക്ക് 250-300 ഇടയ്ക്കാണ് കർഷകരിപ്പം നമുക്ക് തിലാപ്പിയ വിൽക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഈ ഇലക്ട്രിസിറ്റിക്ക് തന്നെ അവർക്ക് ടാരിഫ് കുറഞ്ഞതാണ് നമ്മൾ കൊടുക്കുന്നത്, കാർഷിക ആവശ്യത്തിനുള്ളത്. അതാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുക. അപ്പോൾ ബില്ലും അതിനനുസരിച്ച് കുറച്ച് വളരെ നന്നായിട്ട് ലാഭകരമാണെന്നാണ് എല്ലാ ബയോഫ്ലോക്ക് കർഷകരും നമുക്ക് തരുന്നൊരു ഫീഡ്ബാക്ക് തരുന്നത്. മത്സ്യക്കുളങ്ങളിൽ നിന്നും മറ്റൊരു മനോഹാരിതയിലേക്കാണ് ഞങ്ങൾ പോയത്. അപൂർവമായി കേരളത്തിൽ കാണുന്ന ശലഭോദ്യാനം. ശലഭങ്ങൾക്ക് വർണ്ണച്ചിറകുകൾ വീശി പാറിവന്ന് ഇരിക്കുവാനുള്ള സസ്യങ്ങളുടെ ഇടം. പശ്ചിമഘട്ട മലനിരകളിൽ തന്നെ ഏതാണ്ട് 330ഓളം വരുന്ന ചിത്രശലഭങ്ങളുണ്ട്. അവയെ ആകർഷിക്കുക എന്നതാണ് ശലഭോദ്യാനത്തിന്റെ ലക്ഷ്യം. പകൽ ചിത്രശലഭങ്ങളും രാത്രി നിശാശലഭങ്ങളും എത്തണം. അവരെ ആകർഷിക്കുന്ന ഒരു പരിസ്ഥിതി ഉണ്ടാക്കാനാണ് ഫാം ശ്രമിച്ചത്. മുട്ടയിടാൻ ശലഭങ്ങളെ ആകർഷിക്കുന്ന സസ്യങ്ങളുണ്ടാകണം. വലിയ ശലഭങ്ങൾ ഇലകൾ തിന്നാറില്ല, അവ തേനുണ്ണാനാണ് വരുന്നത്. എന്നാൽ ലാർവകളാകട്ടെ ഇലകളെ തിന്നും. ലാർവകൾക്ക് യോജിച്ചതും രുചിച്ചതുമായ ഭക്ഷ്യ സസ്യങ്ങൾ വളർത്തണം. അതാണ് ശലഭോദ്യാനത്തിൽ ആദ്യം ചെയ്യേണ്ടത്. ശലഭോദ്യാനത്തിലേക്ക് സൂപ്രണ്ടിനൊപ്പവും ഉദ്യോഗസ്ഥരോടൊപ്പവും നടന്നു. പശ്ചിമഘട്ടത്തിലെ ഉയർന്ന ഒരു ചരിവാണ് കുരിയോട്ടുമല ഫാമിലെ ശലഭോദ്യാനം. സ്ഥലവും കാലവുമൊക്കെ ശലഭോദ്യാനത്തിന്റെ നിർമ്മിതിയിൽ പ്രധാനമാണ്. നനവുള്ള സ്ഥലം, ചെളി, ചീഞ്ഞളിഞ്ഞ പഴങ്ങൾ എന്നിവയാണ് ശലഭങ്ങളെ ആകർഷിക്കാറ്. പ്രകൃതിനാശവും പരിസ്ഥിതി നാശവും ശലഭങ്ങൾക്ക് ശത്രുവാണ്. പൂമ്പാറ്റകൾ വിരിഞ്ഞിറങ്ങാറില്ല. മുട്ടയിട്ട് പുതുതലമുറയെ സൃഷ്ടിക്കുവാൻ വേണ്ട ജീവിത പരിസരം ഉണ്ടാക്കുകയാണ് ശലഭോദ്യാനങ്ങളുടെ ലക്ഷ്യം. അത് ഫാം നന്നായി നിർവഹിക്കുന്നുണ്ട്. കൊങ്ങിണിയും കറിവേപ്പും കിലുക്കിയും നാരകവുമൊക്കെ ശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികളാണ്. ഓരോ പ്രദേശത്തെയും ചിത്രശലഭങ്ങളെക്കുറിച്ചാണ് ആദ്യം പഠിക്കേണ്ടത്. അവയ്ക്ക് അനുയോജ്യമായ ഭക്ഷ്യസസ്യങ്ങൾ വേണം. കാലാവസ്ഥയും ആവാസവ്യവസ്ഥയും ഒക്കെ സംരക്ഷിക്കണം. ജൈവ വൈവിധ്യവും പാരിസ്ഥിതിക വൈവിധ്യവുമാണ് ചിത്രശലഭങ്ങളെ ആകർഷിക്കുക. ആൺശലഭങ്ങൾ എവിടെയും എത്തും എന്ന തത്വം എല്ലാവർക്കും അറിയാം. പൂക്കളും തേനും മാത്രം മതി ആൺശലഭങ്ങളെ ആകർഷിക്കുവാൻ. എന്നാൽ പെൺശലഭങ്ങളാകട്ടെ അനുയോജ്യമായ ഭക്ഷ്യസസ്യ ഇലകളിൽ മാത്രമേ എത്തൂ. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ പെരുകാൻ അനുവദിക്കുന്ന സസ്യങ്ങളിലാണ് അവ ചേക്കേറുക. സൂര്യപ്രകാശം ലഭിക്കുന്ന തുറസായ സ്ഥലങ്ങൾ, തണലിടങ്ങൾ, ചതുപ്പ് സ്ഥലങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, വൻവൃക്ഷങ്ങൾ, മുളങ്കാടുകൾ ഇവയൊക്കെയും ശലഭോദ്യാനത്തിന് അനുയോജ്യമായ നിർമ്മിതികളാണ്. സമതലവും കുന്നുകളും താഴ്വാരവും പുൽത്തകിടികളും അരുവികളുമൊക്കെ ഉണ്ടെങ്കിൽ അത് ശലഭങ്ങൾക്ക് പ്രിയതരമാകും. ചുട്ടിമയൂരി, കൃഷ്ണശലഭം, ചുട്ടിക്കറുപ്പൻ എന്നീ ശലഭങ്ങളാണ് കുരിയോട്ടുമലയിൽ ഏറെ എത്തുക. അപൂർവമായി ലൈം ബട്ടർഫ്ലൈയും സതേൺ ബേഡ് വിങ്ങും ഗ്രാസ് യെല്ലോയും കോമൺ മർമോണും ഒക്കെ എത്താറുണ്ട്. അവയ്ക്കായി നാരകച്ചെടികൾ, കരളകം, തകര, കറുവ, അത്തി ഇവയൊക്കെ ഭംഗിയായി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഫാം അധികൃതർ. ഇത്തരം ശലഭങ്ങളുടെ ഭക്ഷ്യസസ്യങ്ങൾ കൂടിയാണ് ഇവ. തേൻ നുകരാനുള്ള പരിസരം നന്നായി വേണം. ചെത്തിയും കൊങ്ങിണിയും മുസാന്തയും കൃഷ്ണകിരീടവുമൊക്കെ അതിനായുണ്ട്. സൂര്യകാന്തി, മാങ്ങാനാറി, ലില്ലി, ഡെയ്സി, സീനിയ എന്നീ ചെടികൾ കൂടി വെച്ചുപിടിപ്പിച്ചാൽ ഒന്നാന്തരം ശലഭോദ്യാനം തയ്യാറാകും. അവയൊക്കെയും നന്നായി ഒരുക്കി പരിപാലിച്ചിട്ടുണ്ട് കുരിയോട്ടുമല ഹൈടെക് ഫാമിൽ. ഫാമിലെ വിനോദസഞ്ചാര സാധ്യതകൾ നന്നായി പ്രയോജനപ്പെടുത്തുവാൻ ഫാം അധികൃതർക്ക് കഴിയുന്നുണ്ട്. കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും സഹകരണത്തോടെയാണ് കുരിയോട്ടുമല ഹൈടെക് ഡയറി ഫാം പ്രവർത്തിക്കുന്നത്. ഫാം ടൂറിസം ആരംഭിച്ചിട്ട് 6 വർഷമേ ആയിട്ടുള്ളെങ്കിലും സഞ്ചാരികളെ ആകർഷിക്കുവാൻ ഫാമിന് കഴിയുന്നുണ്ട് എന്ന് സൂപ്രണ്ട് പറഞ്ഞു. കുരിയോട്ടുമല ഹൈടെക് ഡയറി ഫാം സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് കുമാർ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമസ്കാരം സുരേഷ്. നമസ്കാരം. ഈ ഒരു ഫാം എന്ന നിലയിൽ പാല്, അതോടൊപ്പം തന്നെ പശുക്കുട്ടികൾ, ആട്ടിൻകുട്ടികൾ, മുയൽക്കുട്ടന്മാർ ഇവരെയൊക്കെ വിൽപ്പന നടത്തുന്ന ഒരു സംരംഭക സ്ഥാപനം കൂടിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് പെട്ടെന്ന് ഈ വിനോദസഞ്ചാരത്തിലേക്ക് വഴിമാറുന്നത്? 2022 കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ടൂറിസം കൂടെ ഇവിടേക്ക് ഒരു സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് ടൂറിസത്തിന് ഒരു പ്രാധാന്യം നൽകിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വെച്ച് അങ്ങനെ 2022 സെപ്റ്റംബർ 1-ാം തീയതി നമ്മളതിൻ്റെ ഉദ്ഘാടനം നടത്തി. ടൂറിസത്തിൻ്റെ ഉദ്ഘാടനം നടത്തി. അങ്ങനെ ഫാം ടൂറിസം അന്ന് മുതൽ ആരംഭിച്ചു. ഇപ്പോൾ വളരെ
ഇതായിട്ട് വളരെ പൊതുജനങ്ങൾക്ക് വളരെ താല്പര്യത്തോടു കൂടി ഈ പദ്ധതി ഇവിടെ മുന്നോട്ട് നീങ്ങുകയാണ്. ഒരുപാട് കാഴ്ചകൾ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇത്രയും പശുക്കളുള്ള ഒരു ഫാം ഉണ്ടായിരിക്കില്ല. കൂടാതെ ഒരുപാട് വർണ്ണക്കാഴ്ചകൾ നമ്മളിവിടെ ഒരുക്കുന്നുണ്ട്. മീൻ, ബയോഫ്ലോക്കിലെ മീൻ, തേനീച്ച, കൂൺ കൃഷി, അലങ്കാര മത്സ്യകൃഷി, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ പൊതുജനങ്ങൾക്ക് വേണ്ടി നമ്മളിപ്പോൾ ഒരുക്കുന്നുണ്ട് ഇവിടെ. ഈ ആഭ്യന്തര വിനോദസഞ്ചാരികളെയാണോ അതേ മറുനാട്ടിലെ വിനോദസഞ്ചാരികളെയാണോ പ്രതീക്ഷിക്കുന്നത്? എല്ലാ വിനോദസഞ്ചാരികളും, എനിക്ക് വിദേശികൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ ഫാമിൽ വരുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരേ രീതിയിൽ ആസ്വദിക്കാവുന്ന രീതിയിലുള്ളൊരു സംവിധാനമാണ് നമ്മളിപ്പോൾ ഈ ഫാമിൽ ഒരുക്കിയിരിക്കുന്നത്. എങ്ങും വൻവൃക്ഷങ്ങളും പൂച്ചെടികളും നിരന്നു നിൽക്കുന്ന ഫാമിൽ തേനൂറുന്ന തേനടകൾ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങിങ്ങായി തേനീച്ച പെട്ടികൾ വെച്ചിട്ടുണ്ട്. തേനീച്ച പെട്ടികളുടെ സംരക്ഷകരായി പ്രത്യേക ജീവനക്കാരുണ്ട്. ഞൊടിയനാണ് പ്രധാന ഇനം. ഫെബ്രുവരി മാർച്ച് മാസങ്ങളാണ് തേൻകാലം. റാണി ഈച്ചയ്ക്കും വേലക്കാരി ഈച്ചകൾക്കും ഇരിക്കാനായി പ്രത്യേക ഇരിപ്പിടമൊരുക്കുന്ന തേൻ പെട്ടികൾ അങ്ങിങ്ങായി ഫാമിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഓരോ അറയും തുറന്നാൽ തേനീച്ചകളുടെ പെരുക്കം കാണാം. തേനീച്ചകളുടെ കുത്ത് ഏൽക്കാതിരിക്കാൻ പുകച്ചിട്ടാണ് അറകൾ തുറക്കാറ്. തേനീച്ചകൾ ഫാമിൽ ഒരത്ഭുതം തന്നെ. എങ്ങും പരാഗണം നടത്തുന്ന തേനീച്ചകളെ ആകർഷിക്കാനായി വലിയ ജമന്തിത്തോട്ടം തന്നെ ഫാമിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ആട്ടിൻവളമാണ് ജമന്തിത്തോട്ടത്തിന്റെ പ്രധാന വളം. ചെണ്ടുമല്ലി അഥവാ ജമന്തി രണ്ടിനമുണ്ട്. സാക്ഷാൽ മഞ്ഞ ഇനവും ഓറഞ്ച് ഇനവും. 2 അടി അകലത്തിൽ വാരം കോരിയാണ് ചെടികളുടെ നടിയിൽ. ഡോളമൈറ്റ് ഇട്ട് മണ്ണിന്റെ പുളിപ്പുരസം കളഞ്ഞതിനു ശേഷം ആട്ടിൻവളവും കോഴിവളവും നന്നായി അടിവളമായി ചേർക്കും. 2 ആഴ്ച പിന്നിട്ടാൽ ചെണ്ടുമല്ലി നടും. കൃത്യം 52-ാം ദിവസം മുതൽ തന്നെ പൂവിട്ട് തുടങ്ങും. തുടർച്ചയായി 3 മാസത്തോളം വിളവ് നിൽക്കും. ഓണം കഴിഞ്ഞതിനു ശേഷവും ചെണ്ടുമല്ലി കൃഷി തകൃതിയായി നടക്കുന്നുണ്ട് ഫാമിൽ. ചെണ്ടുമല്ലിത്തോട്ടവും ഫാം ടൂറിസവുമൊക്കെ കാണാനെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് കണ്ണിന് സ്വർഗം തീർക്കുകയാണ് കുരിയോട്ടുപല ഹൈടെക് ഡയറി ഫാം. കാനഡയിൽ നിന്ന് വിനോദസഞ്ചാരികളായി എത്തിയ ദമ്പതികൾ പ്രതികരിച്ചു. ഇപ്പോൾ നമുക്ക് കാനഡയിൽ നിന്ന് വന്ന, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കാനഡയിലേക്ക് പോയ പ്രവാസികളായ വിനോദസഞ്ചാരികൾ ഇവിടെയുണ്ട്. ജെറി, നീതുവും നമ്മളോടൊപ്പം ചേരുകയാണ്. അവരുടെ അഭിപ്രായം കൂടി ശ്രദ്ധിക്കാം. ഹാവ് എ നൈസ് ടൈം ജെറി. വി ഹാഡ് എ വണ്ടർഫുൾ ടൈം. ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അടുത്താണ് ആക്ച്വലി. ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം അറിയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആംബിയൻസും ഞങ്ങൾ വന്ന ലൊക്കേഷൻസൊക്കെ ഭയങ്കര ക്ലീനും നീറ്റും, ഈവൻ അനിമൽസും ഭയങ്കര ഫ്രണ്ട്ലിയും, ആൾക്കാരും ഭയങ്കര കോപ്പറേറ്റീവായിട്ട് റൂട്ടൊക്കെ പറഞ്ഞു തരും. ഞങ്ങൾക്ക് ഭയങ്കര വലിയ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കൊച്ചിനെ ജസ്റ്റ് ഒന്ന് കാണിക്കണം എന്നുള്ളൊരു ഇതായിരുന്നു മെയിനായിട്ട് ലക്ഷ്യം. പക്ഷെ വന്നപ്പോഴത്തേക്ക് അവനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് ഓസ്ട്രിച്ചൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയും കുതിര സവാരിയും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് അവൻ്റെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾ ആദ്യമായിട്ടാണ്. നീതുവിന് നേരത്തെ അറിയാമായിരുന്നു ഈ ഫാം? ഞാൻ കേട്ടിട്ടുണ്ട്, പാപ്പ മമ്മി വിളിക്കുമ്പോൾ പറയാറുണ്ട്. അപ്പം കുഞ്ഞിനെ കൊണ്ടുവരണം എന്ന് നിർബന്ധമായിരുന്നു അവർക്ക്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുഞ്ഞു മാത്രമല്ല, ഞങ്ങളും ശരിക്കും എൻജോയ് ചെയ്തു. വെരി വെരി ഓർഗനൈസ്ഡ്, ഭയങ്കര നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു ലൊക്കാലിറ്റി. നന്നായിട്ട്. ഇവിടെ നിങ്ങൾ ഏറ്റവും ആകർഷിച്ച ഘടകം? കുതിര സവാരി, പിന്നെ ബട്ടർഫ്ലൈ. കൊച്ചിനെ ഭയങ്കര എൻജോയ് ചെയ്ത ബട്ടർഫ്ലൈ പാർക്കും പിന്നെ അവൻ്റെ ചിൽഡ്രൻസ് പാർക്കും ഭയങ്കര നല്ലതായിരുന്നു ആക്ച്വലി. പിന്നെ കാറ്റിൽ ഫാംസും അത്ര കാറ്റിലൊക്കെ ഒരുമിച്ച് നിൽക്കുന്നതും വളരെ ക്ലീനായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ അവനൊരു ഭയങ്കര കൗതുകമായിരുന്നു. ഞങ്ങൾക്കും കുറേ നാളുകൾക്ക് ശേഷം ആ ഒരു ഓർമ്മകൾ പുതുക്കാൻ പറ്റി. So how do you compare with Canada farm tourism? We love this place. Yeah, it is really good. ഇവിടെ ഞങ്ങൾ കാറ്റൽ ഫാമിൻ്റെ കൂടെ സൈഡിലോട്ട് നോക്കുമ്പം വി ക്യാൻ സീ മൗണ്ടൻസ്. ഭയങ്കര എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇപ്പോൾ കാനഡയിൽ പോയി ഇതൊക്കെ പറയൂ, ഷെയർ ചെയ്യൂ. ഡെഫിനറ്റ്ലി ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയും. മിക്കവാറും ഞങ്ങൾക്ക് സാറിൻ്റെ യൂട്യൂബ് ഞങ്ങൾ ആക്ച്വലി സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും. ബാക്കിയുള്ളവർക്ക് അത് ഒരു പ്രചോദനമാവട്ടെ, ഇങ്ങോട്ട് വരുന്നവർക്കൊക്കെ അത് കാണാൻ വേണ്ടി. ആനന്ദത്തോടൊപ്പം ആദായവും കൊയ്യുന്ന ഒന്നാണ് ഫാം ടൂറിസം. കൃഷി നേരിട്ട് വരുമാനം തന്നില്ല എന്നോർത്ത് വിലപിക്കേണ്ട. കൃഷിയിടം നന്നായി ഒരുക്കിയാൽ മതി, അത് കാണാൻ ആളുകൾ എത്തിക്കൊള്ളും. അത് ഫാമിന് വരുമാനവുമാകും. ഫാം സൂപ്രണ്ട് പ്രതികരിച്ചു. ഒരുപക്ഷെ പ്രകൃതിയെ ഏറ്റവും അധികം സംരക്ഷിക്കുന്നത്, അതായത് യാതൊരു വിധത്തിലുള്ള വനനാശവും പ്രകൃതിനാശവും ഇല്ലാത്ത സ്ഥലത്ത് വരുന്ന പൂമ്പാറ്റകൾ, അതിനെ ആകർഷിക്കാൻ വേണ്ടി നല്ലൊരു ശലഭോദ്യാനം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ വരുന്ന സഞ്ചാരികളുടെയൊക്കെ പ്രതികരണം? സഞ്ചാരികൾ ഭയങ്കര സന്തോഷമാണ്. കാരണം അതിനകത്ത് നമ്മൾ അത് ശലഭോദ്യാനം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ അതിനകത്ത് നമുക്കൊരു ഇരിപ്പിടം, നമ്മളൊരു ഒരു ഇരിപ്പിടമൊക്കെ ഒരുക്കി അതിലൊരു ഫോട്ടോ ഷൂട്ട് നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കാൻ ഉള്ള പ്ലാനുണ്ട്. പിന്നെ ഭയങ്കര ഒരു അനുഭവമായിട്ടാണ് എനിക്കൊന്ന് ശലഭ പാർക്കുകൾ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. തെന്മല ഒരു ശലഭ പാർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതല്ലാതെ മറ്റുള്ള സ്ഥലങ്ങളൊന്നും ശലഭ പാർക്ക് അങ്ങനെ ഇല്ല. അപ്പോൾ ഇതൊരു വലിയൊരു
അനുഭവമായിട്ടാണ് ആൾക്കാർ പറഞ്ഞത്. കാരണം നമ്മൾ പിടിച്ചുകൊണ്ടേ വെച്ചിരിക്കുകയാണോ എന്ന് വരെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇതിനൊരു ഭാവനാപൂർണ്ണമായ ഒരു ആസൂത്രണം ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും. ഉദാഹരണമായിട്ട് ലാർവയ്ക്ക് ഇരിക്കാനുള്ള ഇടം വേണം, അതെ, അതെ. അതിന് കഴിക്കാനുള്ള ഭക്ഷ്യസസ്യങ്ങൾ വേണം, വേണം. അതിൻ്റെ മുതിർന്ന പൂമ്പാറ്റകൾ കഴിക്കാനുള്ള തേൻ വേണം. വേണം. അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും, കുന്ന് വേണം, സമതലം വേണം, തടാകം വേണം. അപ്പോൾ ഇതെല്ലാം ഇത് വളരെ എല്ലാം നമ്മൾ ഇതിനെക്കുറിച്ച് പഠനം നടത്തി ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം കൊണ്ടുവന്ന് നമ്മൾ വളരെ പ്ലാൻഡ് ആയിട്ടാണ് അത് ചെയ്തത്. നമ്മളത് വിജയിക്കുമെന്ന് 100% ഉറപ്പോട് തന്നെയാണ് നമ്മളത് ആരംഭിച്ചത്. ഇപ്പോൾ അതിൽ ഒരുപാട് പൊതുജനങ്ങൾ അതിനെക്കുറിച്ച് കണ്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. വൻ വൃക്ഷങ്ങളും അതോടൊപ്പം തന്നെ കൊച്ചു ചെടികളും അതോടൊപ്പം തന്നെ ധാരാളം പുഷ്പിക്കുന്ന ചെടികളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഈ തേനീച്ചകൾക്ക് വലിയൊരു സ്ഥാനമുണ്ട്. ഉണ്ട്. അപ്പോൾ അത് എത്രത്തോളം തേനറകൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? കഴിഞ്ഞ വർഷമാണ് നമ്മളിത് തുടങ്ങിയത്. ഈ തേനീച്ച ഉൽപ്പാദനം കഴിഞ്ഞ വർഷം തുടങ്ങി. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പശു വളർത്തുന്ന ഒരു പ്രദേശമാണല്ലോ. അപ്പോൾ ഈ ചാണകക്കുഴി, അതുപോലെ ചാണകം, വേസ്റ്റ് വാട്ടർ, ഇതെല്ലാം നമുക്ക് തേനീച്ചകൾക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ലൊക്കേഷൻസ്, അതായത് ഇതുമായിട്ട് ബന്ധപ്പെടാത്ത ലൊക്കേഷൻസ് കണ്ടെത്തി അവിടെയാണ് നമ്മൾ തേനീച്ച കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു പരിമിതിയുണ്ട്. കാരണം നമ്മളൊരു പശു വളർത്തുന്നൊരു ഫാമിൽ പശുവായിട്ട് ബന്ധപ്പെടാത്ത രീതിയിൽ, നമുക്ക് പശുവിൻ്റെ മാലിന്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടാത്ത രീതിയിൽ വേണം നമ്മളിതിനെ വളർത്താൻ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ലൊക്കേഷൻസ് കണ്ടെത്തി കഴിഞ്ഞ വർഷം തേൻ ഉൽപ്പാദനം ആരംഭിച്ചു. ഏകദേശം ഒരു 100 ലിറ്ററോളം തേൻ നമ്മൾ ഉൽപ്പാദിപ്പിച്ചു. ഈ വർഷം ഒരു 500-1000 ലിറ്റർ തേൻ ഉൽപ്പാദിപ്പിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് നമ്മളിപ്പോൾ. സീസൺ ഡിസംബറിലാണ് ഇതിൻ്റെ സീസൺ. ജനുവരി മാർച്ചൊക്കെ ആകുമ്പോൾ ഹാർവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു 1000 ലിറ്ററോളം ഉൽപ്പാദിപ്പിക്കാനുള്ളൊരു പദ്ധതി ആണ് ഈ വർഷം. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ 106 ഏക്കർ വരുന്ന ഈ ഫാമിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നല്ല പ്രകൃതി രമണീയമായ പ്രദേശം, ധാരാളം മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശില്പങ്ങൾ, അതോടൊപ്പം തന്നെ പൂവാലികൾ, അതോടൊപ്പം തന്നെ മുയൽക്കുട്ടന്മാർ, ആടുകൾ എന്ന് വേണ്ട, പിന്നെ വനത്തിൽ നിന്ന് വരുന്ന മയിലുകൾ, പിന്നെ ശലഭോദ്യാനം, അങ്ങനെ തേനീച്ചക്കൂടുകൾ, അതോടൊപ്പം തന്നെ ബയോഫ്ലോക്ക് ഉൾപ്പെടെയുള്ള മത്സ്യങ്ങൾ. ഇനി എന്താണ് അങ്ങയുടെ മനസ്സിലുള്ള പ്ലാൻ? ഇനിയിപ്പോൾ നമ്മൾ ഈ മത്സ്യകൃഷി തന്നെ കുറച്ചുകൂടെ ഒന്ന് വിപുലമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനിപ്പോൾ ഇത് ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് സബ്സിഡിയോടുകൂടിയാണ് നമ്മൾ ഈ ബയോഫ്ലോക്ക് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ തന്നെ 2 സ്കീമുകൾ വേറെ ഉണ്ട്. അലങ്കാര മത്സ്യങ്ങൾക്കുള്ള സബ്സിഡി, അതുപോലെ കരിമീൻ പ്രജനന യൂണിറ്റിനുള്ള സബ്സിഡി. ഇത് രണ്ടും ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കരിമീൻ പ്രജനനത്തിൻ്റെ ഫണ്ട് ഏകദേശം ആയി എന്നാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പ്രകാരം നമ്മളിപ്പോൾ ഒരു 4 കുളങ്ങൾ, നാച്ചുറലായിട്ട് തന്നെ കുളങ്ങൾ തയ്യാറാക്കണം. അപ്പോൾ വെള്ളം ലഭിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ നമ്മളിപ്പോൾ കുളങ്ങൾ നിർമ്മിക്കുകയാണ്. അങ്ങനെ ഒരു 4-5ഓളം കുളങ്ങൾ നമ്മളിപ്പോൾ നിർമ്മാണ ഘട്ടത്തിലിരിക്കുന്നു. അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും അടുത്ത് നടത്താൻ പോകുന്നൊരു പദ്ധതി. സുന്ദരിയാം ഒക്ടോബർ, സുരവിലയാം ഒക്ടോബർ, സ്വപ്നഹാര വിഭൂഷിതയാം ഒക്ടോബർ. അങ്ങനെ ഭൂമി വിനോദസഞ്ചാരികൾക്കായി ഒരുങ്ങി നിൽക്കുന്ന ഇക്കാലത്ത് വിനോദസഞ്ചാരത്തിനായി എല്ലാം തുറന്നു കൊടുക്കുന്ന ഒരു ഭൂമിയാണ് കുരിയോട്ടുമലയിൽ ഉള്ളത് തന്നെ നമ്മുടെയൊക്കെ ഭാഗ്യമാണ്. നേരാം ഭാവുകങ്ങൾ.